ഇറാനെതിരെ അമേരിക്കയോ ഇസ്രായേലോ ആണവായുധം ഉപയോഗിക്കുമോ? ഒരിക്കലും ഉപയോഗിക്കാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ അൽ ജസീറയിലുള്ള ഒരു സംസാരത്തിൽ ഹസൻ ഹംദയാൻ, അദ്ദേഹം ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റിയിലെ വലിയൊരു പ്രൊഫസറാണ്. അദ്ദേഹം അൽ ജസീറ ചർച്ചയിൽ പറയുന്നത് ആ കാര്യമാണ്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ അമേരിക്കയോ ഇസ്രായേലോ ഇറാനിൽ ആണവായുധം ഉപയോഗിക്കില്ല, അതിനവർക്ക് ഭയമാണ് എന്ന് പറഞ്ഞിരുന്നു. അതിന് ചില കാരണങ്ങളും പറഞ്ഞിരുന്നു. അന്ന് പല ആളുകളും സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ഇദ്ദേഹം വളരെ കൃത്യമായ ആ കാര്യം പറയുന്നു. അന്ന് നമ്മൾ ഈ കാര്യമാണ് സംസാരിച്ചിരുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസം അൽ ജസീറയിൽ നടന്ന ചർച്ച ഒന്ന് കേട്ടു നോക്കാം. إيران لا تملك السلاح النووي لكن بمقدورها أن تضرب النووي الإسرائيلي وهذا مهم في إحداث الموازنة. يعني الذهاب باتجاه خيارات انتحارية ممكن. الرجل كل الذي قام به تقريبا غير عقلاني ممكن أن يذهب بهذا الاتجاه ولذلك يعني هذا أيضا خيار. അദ്ദേഹം പറയുന്നത് ഇറാനെതിരെ ഒരു ആണവായുധം അമേരിക്കയോ ഇസ്രായേലോ ഉപയോഗിച്ചു എന്ന് സങ്കല്പിക്കുക. തീർച്ചയായും അതിൽ ഏറെ ഗുരുതരമായ ആണവാക്രമണം ഇസ്രായേലിനകത്തുണ്ടാകും. ഇറാൻ ആണവായുധം ഇപ്പോൾ അധീനതപ്പെടുത്തിയിട്ടില്ല. ഇറാന്റെ കയ്യിൽ ആണവായുധം ഇല്ല എന്ന് നമുക്ക് വെക്കാം. അതേ സമയത്ത് തീർച്ചയായും ഇസ്രായേലിൽ ആണവായുധം ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചിരിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം ആണവായുധം ഉപയോഗിച്ച് ആക്രമിച്ചാൽ അതിനുള്ള തിരിച്ചടി ആണവായുധം കൊണ്ട് ആക്രമണം നടത്തുക എന്ന് തന്നെയാണ്. അതൊരു ആത്മഹത്യാപരമായ നീക്കമാണ് എന്നറിയാം. പക്ഷേ ഒരു രാഷ്ട്രം ലോക നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ വ്യക്തികളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നു, ഓരോ രാഷ്ട്രങ്ങളുടെയും തലവന്മാരെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ലബനാനിലാണെങ്കിലും ഗസയിലാണെങ്കിലും സമൂഹത്തെ നിഷ്കാഷണം ചെയ്യുന്നു, ഉന്മൂലനം ചെയ്യുന്നു, വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിനെതിരെ തീർച്ചയായും അത്തരം ഒരു ആയുധം തിരിച്ചു ഉപയോഗിക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. അത് തിരിച്ചടി ഉണ്ടായാലും ഇറാനിൽ നടക്കുന്നതിലേറെ ഗുരുതരമായ ആക്രമണം ആണവായുധം ഉപയോഗിച്ച് ഇറാൻ ആക്രമിക്കുമെന്നതിൽ യാതൊരു സംശയവും ഇല്ല എന്നാണ് ഇപ്പോൾ ടെഹ്റാനിലെ പ്രൊഫസർ അൽ ജസീറ ചാനലിൽ വിലയിരുത്തുന്നത്. ഇത് തന്നെയാണ് അമേരിക്കയോ ഇസ്രായേലോ ഇറാനിൽ അത്തരം ഒരു ആയുധം ഉപയോഗിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും തിരിച്ചടി ഉണ്ടാകും. അപ്പൊ പല ആളുകളും ചോദിക്കും, ഒരു ആണവായുധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ തിരിച്ചടിക്കാൻ കഴിയും? തീർച്ചയായും ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് കഴിയുമെന്നതിൽ സംശയമില്ല. കാരണം ഭൂമിക്കടിയിൽ ബങ്കറുകൾക്കുള്ളിലാണ് ഇറാന്റെ ആയുധങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ആ ബങ്കറിൽ നിന്ന് തന്നെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള സംവിധാനവും ഇറാന്റെ കയ്യിലുണ്ട്. ഈ ബങ്കറുകൾ തകർക്കാൻ ഇന്ന് നിലവിൽ അമേരിക്കയുടെ ഇസ്രായേലിന്റെ കയ്യിലോ ആയുധങ്ങൾ അത്രമാത്രം പവറുള്ള സംവിധാനങ്ങൾ ഇല്ല. കാരണം 500 മീറ്റർ താഴെ, പാറക്ക് താഴെയാണ്, ഉള്ളിലാണ് ഇറാന്റെ ആയുധങ്ങൾ ഉള്ളത്. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട GBU-57 അടക്കമുള്ള ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്ക് 70ഓളം മീറ്ററുകൾ മാത്രമേ തുളച്ചു കയറാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവരുടെ ആയുധം സുരക്ഷിതമാണ്. മാത്രമല്ല ആണവായുധം ഉപയോഗിച്ചാലും ബങ്കറുകൾക്കുള്ളിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ രാഷ്ട്രത്തിന് എന്തെല്ലാം സംഭവിച്ചാലും ഇസ്രായേലിനെതിരെയുള്ള ആണവായുധം അവർ ഉപയോഗിക്കാതെ അവർ ഒരിക്കലും പിന്മാറുകയില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം തിരിച്ച് ഒരു ആണവായുധം കൊണ്ട് ഇസ്രായേലിൽ ആക്രമണം ഉണ്ടാക്കുക എന്നത് അവർ അനിവാര്യമായി ചിന്തിച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് തന്നെയാണ് അമേരിക്കയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നത്. കാരണം അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അത് ഇസ്രായേലിന്റെ മാപ്പിൽ നിന്നുള്ള ഉന്മൂലനമായി മാറും എന്ന് അവർക്കറിയാം. അതേസമയം ഇറാന്റെ കയ്യിൽ അങ്ങനെ ഒരു ആയുധം ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ ആയുധങ്ങളൊക്കെ ഇസ്രായേലും അമേരിക്കയും ഉപയോഗിക്കും. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോക നിയമങ്ങൾ എന്നതൊരു പ്രശ്നമേ അല്ല, മനുഷ്യത്വം അതൊരു വിഷയമേ അല്ല. അതുകൊണ്ട് തന്നെ അതവർ ഉപയോഗിക്കുമെന്നതിന് സംശയമില്ല. അമേരിക്കയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവായുധം ഉപയോഗിച്ചത്. ഒന്ന് ഉപയോഗിച്ചതിന് ശേഷം അത്രയും വലിയ ദുരന്തമാണ് എന്ന് മനസ്സിലായിട്ട് തൊട്ടടുത്ത മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ വീണ്ടും നാഗസാക്കിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അമേരിക്ക. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഹീനമായ കൃത്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവും കാണാത്തതാണ്. പക്ഷെ ഇപ്പോൾ അവരുടെ മുന്നിലുള്ള പ്രതിസന്ധി, അന്ന് ജപ്പാന് ആണവായുധം തിരിച്ചുപയോഗിക്കുകയില്ല എന്ന കാര്യം ഉറപ്പായിരുന്നു. പക്ഷെ ഇറാനിൽ അതല്ല സാഹചര്യം. ഇറാൻ ഒരു പക്ഷേ ആണവായുധം നിർമ്മിച്ചിരിക്കാം. അതല്ലെങ്കിൽ ഇറാന്റെ സഖ്യകക്ഷികൾ ആരെങ്കിലും
ഇറാൻ ആയുധം നൽകിയിട്ടുണ്ടാകുമെന്ന ഒരു സംശയം, ഒരു സാധ്യത ഇറാന്റെയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു ആക്രമണത്തിന് പോയാൽ അത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അറിയാം. ഇറാനിൽ അങ്ങനെ ഒരു സംഭവം, ആണവായുധം ഇല്ല എന്ന് ഉറപ്പിക്കുന്നത് വരെ ഉപയോഗിക്കാൻ അമേരിക്കക്കോ ഇസ്രയേലിന് കഴിയില്ല. അതാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ, ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഒരു കാരണവശാലും ഇസ്രയേലോ അമേരിക്കയോ ആണവായുധം ഉപയോഗിക്കുകയില്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതേസമയം ഇറാന്റെ മിസൈലുകൾക്ക് വാർഹെഡായി ആണവ പോർമുന ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിയുമെന്നത് അവർ തെളിയിച്ച കാര്യമാണ്. അവരുടെ മിസൈലുകൾക്ക്, അവരുടെ ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്ന് ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ആത്മഹത്യാപരമായിട്ട് മാത്രമേ അവർക്ക് അത്തരം ഒരു ആയുധം ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇറാനെതിരെ അത് ഉപയോഗിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ ഇറാനെ ഉപരോധത്തിലാക്കി സാമ്പത്തികമായി തകർക്കുക, ഇല്ലാതാക്കുക, പെട്ടെന്നൊരു ആണവ ശക്തിയായി വളരാതിരിക്കുവാൻ, അല്ലെങ്കിൽ അവരുടെ ആയുധ ശേഷി ഇല്ലാതാക്കുക, ഇതൊക്കെയാണ് അവരുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ അജണ്ട. പക്ഷേ അവർ ഓരോ അജണ്ടകളും പുറത്തെടുക്കുമ്പോൾ അതിനെല്ലാം തകർത്ത് കളയുന്ന നീക്കങ്ങളാണ് ഇറാൻ നടത്തുന്നത്. ഇതുവരെ തന്ത്രപരമായോ രാഷ്ട്രീയപരമായോ സൈനികപരമായോ ഒരു മേൽക്കൈമയും നേടാൻ ഇറാനോ ഇസ്രയേലിനോ അമേരിക്കക്കോ ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല എന്നത് വസ്തുതയാണ്.